രാജാവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഭരതന് തോന്നി ഈ ഒരു നിമിഷം ഈ രാജാവിനെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന്. 30 വർഷത്തോളം മൗനവ്രതത്തിലിരുന്ന ആരോട് സംസാരിക്കാത്ത ഭരതൻ തന്നെ വേദനിപ്പിച്ചിരിക്കുന്ന രഘുഗണ രാജാവിനെ നോക്കി മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇയാളെ ഒന്ന് ഉപദേശിക്കുകയാണ്. അവിടെ വെച്ച് രാജാവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ആ ബ്രാഹ്മണൻ സംസാരിക്കാൻ തുടങ്ങണം. ആദ്യമായി ഭരതൻ സംസാരിക്കുന്നത് ആരോടാണ്? രഘുഗണ രാജാവിനോടാണ്. ത്വയോദിതം വ്യക്തമവിപ്രലബ്ധം ഭർത്തുസമേസ്യാല്യതി വീരഭാരാം ഗന്ധുര്യതിസ്യാലധികം മദ്വാം ദീവേതിരാശോന്നവിദാം പ്രവാഹാം ത്വയോദിതം വ്യക്തം. ഈ രാജൻ അവിടുന്ന് പറഞ്ഞത് വളരെ വ്യക്തമാണ്. അവിടുന്ന് പറഞ്ഞതിൽ എത്തും ജീവൻ മൃദോന്ന്, ജീവിച്ചിരിക്കുന്ന ശവമാണ്, മെലിഞ്ഞവനാണ്, ഉണങ്ങിയവനാണെന്നൊക്കെ പറഞ്ഞില്ലേ? അതൊക്കെ ശരിയാണ് രാജൻ. പക്ഷെ ഒന്ന് ഞാൻ പറയാം, അതൊക്കെ ആർക്ക് ശരി ആർക്ക് ശരിയല്ല എന്നത്. മുഴുവൻ ശരിയെന്ന് ഞാൻ പറയുന്നില്ല, അത് ശരിയാണ്. അതൊക്കെ ഭർത്തുസമേസ്യാല്യതിവീരഭാര ഗന്ധുര്യതിസ്യാൽ അധിഗമ്യമധ്വാ ദീവേതിരാശോന്ന വിധം പ്രഭാതാം. ഒന്ന് ഞാൻ പറയാം രാജൻ, ഈ ഭാരം ചുമക്കുന്നു എന്ന ബോധം നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളുടെ ഭാരം ചുമക്കുകയാണ്, നിങ്ങൾ എല്ലാവരുടെയും ഭാരം ചുമക്കുന്ന രാജാവാണെന്നൊക്കെ പറഞ്ഞില്ലേ? ഇതൊക്കെ രാജൻ അങ്ങ് പറയുന്നത് വിഡ്ഢിത്തങ്ങളാണ്. അതുപോലെ തന്നെ ഈ ശരീരം ജീവൻ മൃതമാണെന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ ആർക്ക് ശരി? എന്നെ സംബന്ധിച്ച് എൻ്റെ ശരീരത്തിന് ശരി, എനിക്കത് ബാധകമല്ല. ഞാൻ ആരുടെയും ഭാരം ചുമക്കുന്നില്ല, എനിക്ക് ആരുടെയും ഭാരം ചുമക്കാൻ സാധ്യവുമല്ല. രാജാവിന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഭാഷയിലാണ് ഉത്തരം പറയുന്നത്. എന്നിട്ട് ഒന്നുകൂടി വ്യക്തമാവാൻ വേണ്ടി പറഞ്ഞു, സ്ഥൗല്യം കാർസ്യം വ്യാധയാദേശ ക്ഷുത്രുഡ്ഭയം കലിരിച്ചാജരാച്ച നിദ്രാരതിർമന്യുരഹം മദശുജോ ദേഹേന ജാതസ്യ അമേഹി സന്ധി. സ്ഥൗല്യം കാർശ്യം, സ്ഥൗല്യം എന്ന് പറഞ്ഞാൽ തടിച്ചിരിക്കുന്ന അവസ്ഥ, കാർശ്യം മെലിഞ്ഞിരിക്കുന്ന അവസ്ഥ, വ്യാധി, ആദി, ക്ഷുത്രുട്, ഭയം, കലി, ഇച്ഛ, ജര, നിദ്ര, രതി, മന്യു, അഹം, മത, ശുചോ. ഇതെല്ലാം ദേഹേന ജാതസ്യ, ആരുടെ കൂടെ ജനിക്കുന്നതാണ്? ദേഹത്തിൻ്റെ കൂടെ. മേ ന സന്ധി, മേ ന സന്ധി എന്ന് പറഞ്ഞാൽ ഞാൻ അതുമായി സന്ധി ചെയ്തിട്ടില്ല, ഞാൻ അതുമായി ഒട്ടി നിൽക്കുന്നില്ല. ഏതുമായി ഒട്ടി നിൽക്കുന്നില്ല? ഈ ശരീരത്തിൻ്റെ പ്രശ്നങ്ങളുമായി എനിക്ക് യാതൊരു ഒട്ടലുമില്ല. അപ്പൊ തൻ്റെ വ്യക്തിത്വത്തെ രണ്ടായി തിരിച്ചു ഭരതൻ. ഒന്ന് സ്ഥൂലമായ ശരീരത്തിൻ്റെ തടിച്ചിരിക്കുന്നു, മെലിഞ്ഞിരിക്കുന്നു, രോഗങ്ങളും ആദികളും വ്യാധികളും അതൊക്കെയുള്ള ശരീരം. രണ്ടാമത് ഇതിനോട് ഒട്ടി നിൽക്കുന്ന, ഒന്ന് സ്ഥൂല ശരീരമാണെങ്കിൽ മറ്റൊന്ന് സൂക്ഷ്മ ശരീരം. ഇതിനോട് ഒട്ടി നിൽക്കുന്നത് ആരാണ്? നിങ്ങളൊരാണാണ്, നിങ്ങളൊരു പെണ്ണാണ്, നിങ്ങൾക്ക് അസുഖമുണ്ട്, നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് സുഖമുണ്ട്, അതൊക്കെ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ആരാണ്? മനസ്സാണ്. അപ്പം മനസ്സിന് ഒട്ടി നിൽക്കാൻ സാധിക്കും, മനസ്സിന് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് ഭരതൻ പറയുന്നു, ഞാൻ അതിനോട് ഒട്ടി നിൽക്കുന്നില്ല. അപ്പം ഭരതൻ ശരീരതലത്തിലാണ് നിൽക്കുന്നതെങ്കിലും ആ ശരീരവുമായി അദ്ദേഹത്തിന് യാതൊരു ഒട്ടലുമില്ല. അദ്ദേഹം ആ തലത്തിലേക്ക് എത്തിയിരിക്കണം. എന്നിട്ട് പറഞ്ഞു, ജീവൻ മൃതത്വം നിയമേന രാജം ആദ്യന്തവല്യൽ വിദിഗസ്യ ദൃഷ്ടം സ്വസ്വാമി ഭാവോ ധ്രുവൈഡ്യയത്രാം തർഹ്യച്യുദേശോ വൃതികൃത്യയോഗാം. ജീവൻ മൃതത്വം അങ്ങ് പറഞ്ഞുവല്ലോ, ഈ ശരീരം മരണമുള്ളതാണ്, നാശമുള്ളതാണെന്നൊക്കെ അങ്ങ് തന്നെ പറഞ്ഞില്ലേ, ശവമാണെന്ന്. എന്നാൽ ഈ ശരീരത്തിന് നിലനിർത്തുന്ന ആദ്യന്തവത് വികൃതസ്യ ദൃഷ്ടം സ്വസ്വാമി ഭാവോ ധ്രുവൈഡ്യയത്ര തർഹ്യച്യുദേശോ വിദികൃത്യയോഗ. ഈ ശരീരത്തിന് രാജൻ ജീവൻ മൃതമായിരിക്കുന്ന ശരീരം മാത്രമല്ല, ഇതിന് ആദിയും അന്തവും ഉണ്ടെങ്കിലും ഇതിൽ ആദിയും അന്തവും ഇല്ലാത്ത ശക്തികളും ഉണ്ടെന്ന രാജൻ അങ്ങ് മറക്കരുത്. രാജാവിനൊന്നും മനസ്സിലാവില്ല. രാജാവ് ഇദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് നോക്കി. അപ്പം രാജാവിൻ്റെ മനസ്സ് പെട്ടെന്ന് പറഞ്ഞു, ഈ മനുഷ്യൻ സാധാരണ മനുഷ്യനാവില്ല, എന്നിൽ നിന്ന് എത്രയോ ഉയർന്നൊരു വ്യക്തിത്വമാണ്. കാരണം ഞാൻ അദ്ദേഹത്തോട് പറയുന്നതല്ല അദ്ദേഹം എനിക്ക് പറഞ്ഞു തരുന്നത്, അദ്ദേഹത്തിന് ഞാൻ പറയുന്നതൊന്നും ബാധകമല്ല. പിന്നെ അദ്ദേഹം പറയാണ്, ഇനി അങ്ങ് അടിക്കും എന്ന് പറഞ്ഞില്ലേ, ദണ്ഡപാണി പറഞ്ഞില്ലേ, എന്നെ ശിക്ഷിക്കാനും അങ്ങേക്ക് സാധ്യമല്ല. ഒരുപക്ഷെ എൻ്റെ ശരീരത്തെ തല്ലാൻ അങ്ങേക്ക് സാധിക്കാം, ഒരുപക്ഷെ എന്നെ ചീത്ത വിളിക്കാൻ അങ്ങേക്ക് സാധിക്കാം,
പക്ഷേ അതിലൊക്കെ തളരണോ തളരണ്ടയോ നിശ്ചയിക്കേണ്ടത് ഞാനാണ്, അല്ലേ? അതിൽ തളരണോ തളരണ്ടേ നിശ്ചയിക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് എന്നെ തളർത്താൻ അങ്ങേക്ക് ഒരിക്കലും സാധ്യമല്ല. ഓർത്തോളൂ രാജൻ. ഉടനെ രാജാവിന് മനസ്സിലായി ഇദ്ദേഹം ആത്മീയമായി എത്രയോ ഉയർന്ന മഹാനാണ്. വേഗം തൻ്റെ പല്ലക്കിൽ നിന്ന് ചാടി വേഗം അദ്ദേഹത്തിൻ്റെ പാതാരബിന്ദങ്ങളിൽ പിടിച്ചുകൊണ്ട് സിന്ധു സൗവീരപതി തത്വജിജ്ഞാസയം സമ്യൽ ശ്രദ്ധയാധികൃതാധികാര സൽഹൃദയഗ്രന്ഥിമോചനം ദ്വിജവച ആശ്രിത്യ ബഹുയോഗ ഗ്രന്ഥസമ്മതം ത്വരയാവരുഹ്യ ശിരസാ പാദമൂലം ഉപസൃത ക്ഷമാവയൻ. അദ്ദേഹത്തിൻ്റെ പാതാരബിന്ദത്തിൽ വീണ് ക്ഷമ ചോദിച്ചുകൊണ്ട് പറയണു, എനിക്ക് മനസ്സിലാവുന്നു. കസ്തം നിഗൂഢചരസിദ്ധിജാനം വിവശ്യസൂത്രം കഥമോവദൂത കസ്യാസി കുത്രത്യയാപികസ്മൽ ക്ഷേമായന ചേതസിനോദ ശുക്ലാം. അങ്ങ് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു ഗൂഢമായി ചരിക്കുന്ന ഒരു മഹാത്മാവാണെന്ന് ഞാൻ മനസ്സിലാക്കുമോ? ഒരു അവധൂത രൂപത്തിൽ അങ്ങ് നടക്കുകയാണ്. അങ്ങ് ആരാണ്, എന്താണ്, ഒന്നും മഹിമ എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ വലിയൊരു അപരാധം ചെയ്തു. അവിടുത്തെ പോലുള്ളൊരു മഹാത്മാവിനെ കൊണ്ട് എൻ്റെ പല്ലക്ക് ചുമപ്പിക്കുക എന്നുള്ളൊരു മഹാപരാധം ഞാൻ ചെയ്തിരിക്കണം. ഈ മഹാത്മാവെ, ഞാനുണ്ടല്ലോ ഇന്ദ്രൻ്റെ കയ്യിലിരിക്കുന്ന ആയുധമായിരിക്കുന്ന വജ്രായുധത്തെ ഞാൻ ഭയപ്പെടില്ല. ശിവന്റെ കയ്യിലിരിക്കുന്ന ആയുധമായ ശൂലത്തെ ഞാൻ ഭയപ്പെടില്ല. യമരാജാവിൻ്റെ കയ്യിലിരിക്കുന്ന ആയുധമായ കയറിനെ ഞാൻ ഭയപ്പെടില്ല. പക്ഷെ ഞാൻ ഒന്ന് ഭയപ്പെടുന്നു. എന്താണത്? അങ്ങയെപ്പോലുള്ള മഹാത്മാക്കളെ നിന്ദിക്കുക, അപമാനിക്കുക, അങ്ങയെപ്പോലുള്ള ആളുകളെ ഞാൻ പരിഹസിക്കുക. അതുകൊണ്ട് മഹാത്മാവെ, എന്നെ ശപിക്കരുത്. നാഹം വിശങ്കേ സുരരാജവജ്രൽ നത്രക്ഷശൂലാന്ന നിയമസ്യ ദണ്ഡൽ നാഗ്നിർക്കസോമാനിലവിത്തഭാസ്ത്രൽ ശങ്കേ വൃശം ബ്രഹ്മകുലാവമാനൽ. അങ്ങയെപ്പോലുള്ള ബ്രഹ്മകുലാവമാനൽ, ബ്രഹ്മകുലം എത്രയോ മാനസികമായി ഉയർന്ന ആളുകളെ ഞാൻ അവിവേകിയായി ഞാൻ അപമാനിക്കുന്നത് എനിക്ക് തോന്നുന്നു മഹാപാപമാണെന്ന്. അപ്പം ഇന്ന് ലോകത്തിലുണ്ടല്ലോ ആളുകൾ മഹിമ മനസ്സിലാക്കാതെയാണ് പലരെയും നിന്ദിക്കുന്നു, കളിയാക്കുന്നു ഒക്കെ എല്ലാം. അപ്പോൾ നമ്മളോട് പറയാണ്, സജ്ജനങ്ങളെ നമ്മളാരും നിന്ദിക്കരുത്. അതിനേക്കാൾ വലിയൊരു തെറ്റ് വേറെ ഇല്ല എന്നാണ്. നമ്മളൊരു പക്ഷെ നമുക്ക് മനസ്സിലാവില്ല അവരെങ്ങനെയാണ് എന്താണെന്നുള്ളത്. നമ്മളെക്കാളും എത്രയോ മാനസികമായി ഉയർന്നവരുണ്ടാവും. അവരൊന്നും നമ്മൾ കഴിയുന്നതും നിന്ദിക്കാൻ പോകരുത്. ഇപ്പം ലോകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആർക്കും ആരുടെയും മഹിമയും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ഗൂഢമാണ്, നിഗൂഢമാണത്. അതുകൊണ്ട് സ്വന്തം വീട്ടിൽ തന്നെയായാലും ഒരുപക്ഷെ നിങ്ങൾ കുട്ടികളെ ചീത്ത പറയുമ്പോണ്ടല്ലോ, ആ കുട്ടികൾ ഒരുപക്ഷെ നിങ്ങളെക്കാളും മാനസികമായി ഉയർന്നവരായിരിക്കും. ഒന്നും നമുക്ക് പറയാൻ സാധ്യമില്ല ആരെന്താന്നുള്ളത്. അപ്പം മനസ്സെന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വ്യത്യാസമാണെങ്കിൽ ഓരോരുത്തർക്കും എന്തൊക്കെ സാധനങ്ങളാണ് പിന്നിലുള്ളതെന്ന് പറയാൻ സാധ്യമല്ല. നോക്കൂ, ശ്രീശുക ബ്രഹ്മർഷി വ്യാസഭഗവാനേക്കാളും മനസ്സുയർന്ന ആളായിരുന്നു. ആര്? ശ്രീശുക ബ്രഹ്മർഷി, അല്ലേ? അതാണല്ലോ ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നു അങ്ങയുടെ മഹിമ, അതുകൊണ്ട് ഞാൻ ആ പാദത്തിൽ വീണ് നമസ്കരിക്കുകയാണ്, എന്നോട് ക്ഷമിക്കണം. ഇനി എനിക്ക് വേണ്ടത് അങ്ങയിൽ നിന്ന് ഒരു പരമമായ ജീവിത സത്യം മനസ്സിലാക്കാനുണ്ട്. അഹം ച യോഗേശ്വരമാത്മതത്വ വിതാം മുനീനം പരമം ഗുരും വൈ പ്രഷ്ടും പ്രവൃത്ത കിമി കാരണം തൽ സാക്ഷാൽ ഹരിം ജ്ഞാനകലാവതീർണം. ഞാനാണെങ്കിൽ എൻ്റെ മനസ്സിന് സ്വസ്ഥതയില്ലാതെ, ശാന്തിയില്ലാതെ, അസ്വസ്ഥമായ മനസ്സുമായിട്ട് ഞാൻ പരമഗുരുവായിരിക്കുന്ന കപില മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോവുകയാണ്. അപ്പോഴാണല്ലോ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. അതുകൊണ്ട് എൻ്റെ ചോദ്യങ്ങൾക്ക് അങ്ങ് സമാധാനം പറഞ്ഞ് എൻ്റെ മനസ്സിനെ ശാന്തമാക്കി തരണം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ളൊരു ജിജ്ഞാസയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം രഘുഗണ രാജാവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അത് നല്ലൊരു ചോദ്യമാണ്. ഭാഗവതത്തിലെ 10-ാം അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകം നമ്മൾ ചിന്തിക്കാനുള്ളൊരു ശ്ലോകമാണിത്. തണ്ടുലഗർഭരന്തി ദേഹേന്ദ്രിയാസ്വാശയ സന്നികർഷൽ തൽ സംസൃതി പുരുഷസ്യാനുരോധൽ. നല്ലൊരു ചോദ്യമാണത്. താലി, അഗ്നി, താപാൽ. മനസ്സിലാക്കാൻ പ്രയാസമില്ലേ സംസ്കൃതം? താലി എന്ന് പറഞ്ഞാൽ പാത്രം, അഗ്നി തീ, താപാൽ അതിനെ തപിപ്പിക്കുമ്പോൾ. ഏതിനെ തപിപ്പിക്കുമ്പോൾ? ഒരു പാത്രം ചൂടാക്കുമ്പോൾ അതിൽ പായസമല്ല പായസം, വെള്ളം അല്ലെങ്കിൽ പാല്, വെള്ളം എന്ന് വെച്ചോളൂ നിങ്ങൾ. അതിൽ വെള്ളം ഒഴിച്ചു എന്ന് വിചാരിക്കുക, അതും ചൂടാവും. ആ വെള്ളം ചൂടായതിലേക്ക് കുറച്ച് തണ്ടുലം എന്ന് പറഞ്ഞാൽ അരി ഇട്ട് കഴിഞ്ഞാൽ അരിയും ചൂടാവും. അപ്പം ശരിക്കും ഏതാ ചൂടാക്കിയത്?
പാത്രം ചൂടാക്കി. പാത്രം ചൂടായപ്പോൾ വെള്ളം ചൂടായി. വെള്ളം ചൂടായപ്പോൾ അരി ചൂടായി. മനസ്സിലാക്കാൻ പ്രയാസമില്ല, കാരണം നിങ്ങൾ നിത്യവും ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ്. ഇനി ഇതേ പ്രകാരം ഈ ഉദാഹരണത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരാൻ പറയുകയാണ്. ഈ ദേഹം പാത്രമായി സങ്കല്പിക്കുക. ശരിക്കും പറഞ്ഞാൽ ദേഹം ഒരു പാത്രം തന്നെയാണ്, അല്ലേ? തൂക്കിച്ചുമന്ന് നടക്കേണ്ട സാധനം. ഇനി ഇതിൻ്റെ അകത്തുള്ള വെള്ളമാണ് മനസ്സ് അങ്ങോട്ട് സങ്കല്പിക്കൂ. ഇനി ഇതിൻ്റെ അകത്തിട്ടിരിക്കുന്ന വെള്ളമാകുന്ന മനസ്സിലിട്ടിരിക്കുന്ന അരിയാണ് ഇതിൽ നിറഞ്ഞിരിക്കുന്ന ജീവനെന്ന് ചിന്തിക്കൂ. അപ്പം ശരീരം പാത്രവും, മനസ്സ് വെള്ളവും, ജീവൻ അരിയും. ഇനി പാത്രം ചൂടാകുന്ന സമയത്ത് വെള്ളം ചൂടാവുന്നു, വെള്ളം ചൂടാകുന്ന സമയത്ത് അരിയും ചൂടാവും. ഇതുപോലെ ശരീരത്തിനൊരു പ്രശ്നം വരുമ്പോൾ അതാരെ ബാധിക്കുന്നു? മനസ്സിനെ ബാധിക്കുന്നു. മനസ്സിനെ പ്രശ്നങ്ങൾ ബാധിക്കുമ്പോൾ ജീവനെയും ബാധിക്കുന്നു. എനിക്കൊരു വിഷമമുണ്ട് നമ്മൾ പറയുന്നു. അപ്പം ഇങ്ങനെ ഒന്നിൻ്റെ പ്രശ്നം മറ്റൊന്നിലേക്ക് പോയി അങ്ങനെ ബാധിക്കുന്നു എങ്കിൽ അങ്ങ് എങ്ങനെയാണ് ഇതൊന്നും എനിക്ക് ബാധിക്കുന്നില്ല എന്ന് പറയുന്നത്? അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ ഇതൊന്നും എനിക്ക് ബാധകമല്ല. പിന്നെ ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവം. മനസ്സിലാവുണ്ടോ? ഇപ്പം നിങ്ങളെ ആരെങ്കിലും ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം നിങ്ങളെ ബാധിക്കില്ലേ? അത് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാധിക്കാതിരിക്കില്ല. മനുഷ്യനെ തളർത്താൻ ഏത് അനുഭവത്തിനും സാധിക്കും. ഒരു ചെറിയ മെയിൽ, ആരുടെങ്കിലും ഒരു അഡ്രസ്സ് മാറിയാൽ മതി, സാധിക്കും എന്ന് പറയാൻ. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ശാരീരികമായ പ്രശ്നങ്ങൾ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ ജീവനെയും ബാധിക്കുമെങ്കിൽ എങ്ങനെ അങ്ങ് ബാധിക്കില്ല എന്ന് പറയണോ? ഇതെനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ രഘുഗണ രാജാവിന് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് ബ്രാഹ്മണൻ. 11-ാം അധ്യായം അതിനുള്ള ഒരു മറുപടിയാണ്. അകോവിദവാദവാദൻ പദസ്യതോ നാദിവിദം വരിഷ്ഠ ന സൂരയോഗീ വ്യവഹാരമേനം തത്വാവമർശേന സഹാമനന്തി. അകോവിദവാദവാദൻ. അകോവിദൻ വിദ്വാനല്ലാത്തവനായി. അങ്ങയ്ക്കൊട്ട് വിദ്വാനല്ലതാനും, എന്നാൽ അങ്ങ് വലിയ വിദ്വാനെ പോലെയൊക്കെ വാദിക്കുന്നുവല്ലോ രാജൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അങ്ങ് എന്തോ വിവരക്കേട് വിളിച്ചു പറയണോ? ഇതൊന്നും വിവരമുള്ളവർ ഇങ്ങനെയൊന്നും പറയില്ല. അതായത് അവിവേകവും വിവേകവും. അങ്ങ് സംസാരിക്കുന്നത് വിവേകമല്ല, അങ്ങ് സംസാരിക്കുന്നത് അവിവേകമാണ്, അവിദ്വാനാണ്. ഭഗവാൻ അർജുനനോട് പറയുന്ന രീതിയിലാണ് ഇവിടെ ഭരതൻ രഘുഗണ രാജാവിനോട് പറയുന്നത്. ഗീതയിലെ 2-ാം അധ്യായം തുടങ്ങുമ്പോൾ ഇങ്ങനെയാ പറയാ: അശോച്യാനന്നശോജസ്തം പ്രജ്ഞാവാദം ഭാഷസേ ഗദാസോംശ്ച ഗദാംസോംശ്ച നാനുശോചന്തി പണ്ഡിത. നീ എന്താ അർജുന വളരെ വിവേകികളെ പോലെ പറയുന്നു, എന്നാ ഒരു വിവരക്കേട് കരയും ചെയ്യുന്നു. ഇതുപോലെ രാജാവിനോട് പറയാണ്, അങ്ങ് വലിയ വിവരമുള്ളവനെ പോലെ സംസാരിക്കണു, എന്നാൽ അവിവേകമാണ് അങ്ങ് പറയുന്നതെന്ന് അങ്ങ് അറിയുന്നില്ല. അതെന്താ ഇവിടെ രാജാവ് പറഞ്ഞതിലൊരു അവിവേകമുള്ളത്? രാജാവ് പറയുമ്പോൾ ശരീരത്തിനെ ബാധിക്കുന്നത് മനസ്സിനെ ബാധിക്കുന്നു, മനസ്സിനെ ബാധിക്കുന്നത് എന്ന് പറയുമ്പോൾ ശരി, സമ്മതിച്ചു. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ബാധിക്കുന്നതെല്ലാം എന്നും എപ്പോഴും ആരെ ബാധിച്ചുകൊണ്ടിരിക്കണം? മനസ്സിനെയും ബാധിക്കണം, ജീവനെയും ബാധിക്കണം. നമ്മൾ ഇത്രയും ആളുകളോട് ഇരിക്കുന്നത്, എല്ലാവരും AC ഹാളിലാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും AC-യുടെ എഫക്റ്റ് ഒരുപോലെയാണോ? ആണോ? തണുപ്പ് ഒരുപോലെയാണോ ഫീൽ ചെയ്യുന്നത്? ചൂടെടുക്കുന്നുണ്ടാവും. ചിലർക്ക് ആകെ തണുപ്പായിരിക്കാം. ഓരോരുത്തരുടെ അനുഭവം ഓരോരുത്തരുടെ വ്യത്യാസമാണ്. അപ്പോൾ ശരീരത്തെ ബാധിക്കുന്നത് എല്ലാവരെയും മനസ്സിൽ ഒരുപോലെയാണോ ബാധിക്കുന്നത്? ഇനി മനസ്സിനെ ബാധിക്കുന്നത് എല്ലാവരുടെയും വ്യക്തിത്വത്തെ ഒരുപോലെയാണോ ബാധിക്കുന്നത്? അപ്പം അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെ മനസ്സിൻ്റെയും സ്വഭാവത്തിനും ശക്തിക്കുമനുസരിച്ച് അനുഭവങ്ങളിലും വ്യത്യാസം. അപ്പോൾ അനുഭവത്തിൻ്റെ ശക്തി നിശ്ചയിക്കുന്നത് ആരാണ്? ശരീരമല്ല, മനസ്സ് തന്നെയാണ്. അപ്പം രാജൻ ഇത് അങ്ങേക്ക് നല്ലവണ്ണം അറിയുന്നതാണ്. അത് നോക്കൂ, രാജാവിനോട് പറയുമ്പം അങ്ങ് എന്നെ ചീത്ത വിളിക്കുമ്പോൾ ഞാൻ പ്രതികരിച്ചില്ല, എന്നാൽ വാഹനം ചുമക്കുന്ന അങ്ങയുടെ പല്ലക്ക് ചുമക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചിലർ മിസ്റ്റേക്ക് വന്നപ്പോഴേക്കും അങ്ങ് ഡിസ്റ്റേബ്ഡായി. അപ്പോൾ ഒരാൾ ഡിസ്റ്റേബ്ഡ് ആവണോ, ഒരാൾ ഡിസ്റ്റേബ്ഡ് ആവാതിരിക്കണോ? ഇത് രണ്ടും ഓരോരുത്തരുടെയും ഏതിൻ്റെ വ്യത്യാസത്തിലാണ്? ശരീരത്തിൻ്റെ വ്യത്യാസത്തിലോ മനസ്സിൻ്റെ വ്യത്യാസത്തിലോ? മനസ്സിൻ്റെ വ്യത്യാസത്തിലാണ്. അതുകൊണ്ട് രാജൻ
അങ്ങ് ഒരു നിമിഷം പറയണു ഇതൊക്കെ ബാധിക്കുന്നു എന്ന്, എന്നാൽ അങ്ങ് വിവേകത്തോടുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന് അങ്ങേക്ക് മനസ്സിലാവും. അതുകൊണ്ട് അങ്ങ് എന്ത് വേണം? ന സൂരയോ, വിവേകികള് തത്വാവമർശേന സഹാമനന്തി. വ്യവഹാരം തത്വാവമർശേന, വ്യവഹാരത്തെ തത്വത്തെയും വിവേകികൾ വേർതിരിച്ചറിയുന്നു. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഒന്ന് വ്യവഹാരമാണ്, ഒന്ന് വ്യവഹാരത്തിൻ്റെ പിന്നിലുള്ള തത്വമാണ്. താത്വികമായി നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അനുഭവം, വ്യവഹാരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അനുഭവം, ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാൻ രാജൻ അങ്ങേക്ക് സാധിക്കണം എന്ന് പറയുന്നു. തദൈവ രാജൻ പുരുഗാർഹമേത വിധാന വിദ്യോരു വിജംബിദേശു ന വേദവാദേഷു ഹി തത്വവാദ പ്രായേണ ശുദ്ധോ ന ജഗാസ്തി സാധു. അങ്ങ് അനുദിനം ഗൃഹസ്ഥ ജീവിതം നയിച്ചുകൊണ്ട് അങ്ങ് പറയുന്നു ഈ ജീവിതം തന്നെ സത്യം. അപ്പൊ ഗൃഹസ്ഥ ജീവിതത്തിൽ തത്വചിന്ത വരാതിരിക്കുന്ന ഒരു കാലത്തോളം കാലം ഗൃഹസ്ഥ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അയാളെ ബാധിക്കും. അതുപോലെ കേവലം തത്വചിന്തയിൽ ജീവിക്കുന്ന ഒരാൾക്ക് അത് തന്നെ ജീവിതം എന്ന് വെച്ചാൽ അയാൾക്ക് പബ്ലിക്കായിട്ടൊന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ ഗൃഹസ്ഥ ജീവിതത്തിൽ തത്വചിന്ത വേണം. തത്വചിന്തയുള്ളവന് ഗൃഹസ്ഥന്റെ പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ പറ്റണം. അപ്പോഴേ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെ ജീവിതം കൊണ്ടു നടക്കാൻ പറ്റും? ഇത് രണ്ടും. അതുകൊണ്ട് ന തസ്യ തത്വഗ്രഹണായ സാക്ഷാൽ വരീയസീരവി വാചസമാസൻ സ്വപ്നേ നിരുക്ത്യാഗ്രഹമേത് സൗഖ്യം നയസ്യഹേയാനുമിതം സ്വയം സ്യൽ. അങ്ങ് തത്വഗ്രഹണം ചെയ്യാത്തോടത്തോളം കാലം അങ്ങേക്ക് തോന്നും അങ്ങയുടെ ഗൃഹജീവിതം തന്നെയാണ് സുഖം. പക്ഷെ അങ്ങ് വിവേകത്തോടുകൂടി ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങേക്ക് മനസ്സിലാവും ഗൃഹജീവിതത്തിൻ്റെ സുഖം നിശ്ചയിക്കുന്നത് ഗൃഹമല്ല, ഗൃഹത്തിലുള്ള ചുറ്റുപാടല്ല, നിശ്ചയിക്കുന്നത് നിങ്ങൾ എങ്ങനെ മനസ്സിനെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതിലേക്ക് അങ്ങയുടെ മനസ്സിനെ ഞാൻ ഉയർത്താം. അതുകൊണ്ട് ആദ്യം അങ്ങ് പഠിക്കേണ്ട പാഠം അടുത്ത ശ്ലോകം, അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. 4-ാമത്തെ ശ്ലോകം. യാവൻ മനോ രജസാ പുരുഷസ്യ സത്വേന വാ തമസാ വാനുരുദ്ധം ചേതോപി രാഗൂധിപി ആദനോദി നിരങ്കുശം കുശലം ചേതരം വാ. യാവൻ മനോ, എത്ര കാലം മനസ്സ്, രജസാ പുരുഷസ്യ സത്വേന തമസേന വാ അനുരുദ്ധം, എത്ര കാലം മനസ്സ് ഈ ഗുണങ്ങളിൽ വ്യാപരിച്ചുകൊണ്ട്, തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മുടെ വ്യവഹാര ജീവിതത്തിൽ മാത്രം മനസ്സ് വെച്ചുകൊണ്ട് ആരാണോ മനസ്സിനെ അതിൽ വെച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് നിരങ്കുശം കുശലം ചേതരം വാ, അവരുടെ മനസ്സിനെ ഏതിലേക്ക് ഉയർത്താൻ സാധ്യമല്ല? ഈശ്വരീയമായ കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ, അതിൽ തന്നെ ജീവിതം വെച്ചവൻ അത് തന്നെ ജീവിതം. എന്നാൽ സവാസനാത്മാ വിഷയോപരക്തോ ഗുണപ്രവാഹോ വികൃത ഷോഡശാത്മാ വിഭ്രൽ പ്രദങ്നാമഭിരൂപവേദം അന്ത